തൊട്ടു നോക്ക്, ഞാൻ റെയിൽവേ പോലീസിനെ വിളിക്കും. എന്റെ മകൻ ബാംഗ്ലൂരിലെ എഞ്ചിനീയർ ആണ്, എന്റെ ഭർത്താവ് എവിടെയോ വലിയ സൂപ്പർവൈസറാണ്. അതിനെന്താ പ്രശ്നം? അതുകൊണ്ട് ട്രെയിനിലെ എല്ലാ സീറ്റ് ഊരി നിങ്ങളെ തല വെച്ചിരുന്നു. ട്രെയിനിനകത്തെ സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കമാണെങ്കിലും ഈ പെമ്പർമാരുടെ സംസാരം കേട്ടാ തോന്നും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കുടുംബ ബയോഡാറ്റയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആണ് അവിടെ നടക്കുന്നതെന്നാണ് ഈ പെണ്ണുപിള്ളയുടെ പട്ടി ഷോ കണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ തർക്കം മുറുകുന്നു. ആ അവസരത്തിലാണ് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ചൂണ്ടിയിട്ട് ആ യുവാവ് പറയുന്നുണ്ട്, ഇതെന്റെ ഭാര്യയാണ്, ഞാൻ കുടുംബപരമായി മാന്യമായി യാത്ര ചെയ്യാൻ വന്നതാണ്. അത്തരത്തിലുള്ള വളരെ മാന്യമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ പെരുമാറുന്നത്. ആ സമയത്ത് ഈ പെണ്ണും പറഞ്ഞ മറുപടി എന്താണോ, നിന്റെ ഭാര്യയേക്കാൾ സുന്ദരിയാണ് എന്റെ മകളെന്ന്. ഈ കിളവിക്കൊക്കെ എന്ത് കിടന്ന് ഇവിടെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഒന്നുമല്ലോ നടക്കണേ. സീറ്റ് അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ലേ ഇവിടെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളാണോ സുന്ദരി അവന്റെ ഭാര്യയാണോ സുന്ദരി എന്നല്ലല്ലോ ഇവിടെ നടക്കുന്ന വിഷയം. എന്തായാലും വിഷയങ്ങൾ പതുക്കെ 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 റൂട്ട് മാറി വരികയാണ്. എന്തായാലും ആ സമയം മുതൽ ട്രെയിനിന്റെ സീറ്റിന്റെ വിഷയങ്ങളൊക്കെ മാറി ഒരു ബ്യൂട്ടി കോമ്പറ്റീഷന് തന്നെയാണ് ആ കവി അവിടെ തുടക്കം കുറിച്ചത്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ യാതൊരു ന്യായീകരണവും ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ കയ്യിലെ അവസാനത്തെ ആയുധെടുത്തു. എന്തായതെന്നറിയോ? ജാതി. എടാ നീ ചാമാറല്ലേ, ഞാൻ പണ്ഡിറ്റാണ്. ഈ പണ്ഡിറ്റ് എന്ന് പറഞ്ഞത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉപവിഭാഗമാണ്. ചാമാർ എന്ന് പറയുന്നത് ആളുകൾ താഴ്ന്ന ജാതി എന്ന് പറയുന്ന മനുഷ്യന്മാരിൽപ്പെട്ട ഒരു വിഭാഗവും. ആളുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. താഴ്ന്നവനും മുതിർന്നവനും ഒന്നുമില്ല. താഴ്ന്നവനും മുതിർന്നവനും ഉണ്ട്. അതായത് 5 അടി ഉയരമുള്ള ഒരാളെക്കാൾ ഉയർന്നവനാണ് 5.1 അടിയുള്ള ആള്. ഇതേ ഉള്ളൂ താഴ്ന്നവനും മുതിർന്നവനും ഇളവനും തമ്മിലുള്ള മാറ്റം. അല്ലാതെ ഇവിടെ യാതൊരു മാറ്റങ്ങളും ഈ നാട്ടിലില്ല. ഇത്യാദി ചിന്തകളൊന്നും നടത്തുന്ന ആരും ഞാൻ വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്നുള്ള കോംപ്ലക്സിലോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലോ ഒന്നും ആരും നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും ഉണ്ട്. അത് അവനവന്റെ ഹൈറ്റ് അനുസരിച്ചിരിക്കും. അല്ലാതെ ആരും ഇവിടെ ഉയർന്നവനും ഇല്ല താഴ്ന്നവനും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ഇത് കേവലം ഒരു സീറ്റിന് തർക്കം മാത്രമേ ആരും കാണരുത് കേട്ടോ. ഇതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇന്നും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. എന്തിന് പല സമയത്തും നമ്മൾ കേരളത്തിൽ പോലും ഇത്തരം വിശ്വാസക്കാരെയും ഇത്തരം കോംപ്ലക്സ് കൊണ്ടുനടക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മകൻ എഞ്ചിനീയർ ആണെങ്കിൽ അവരെന്താ VIP ആവും. ഭർത്താവ് ഏതെങ്കിലും കമ്പനിയിലെ സൂപ്പർവൈസർ ആണെങ്കിൽ അവർ VIP ആവും. അവർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഈ സഞ്ചരിക്കുന്ന ട്രെയിന് അവർ അപ്പന്റെ വകയാവും.